ഇപ്പോൾ രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗത്തിനായി പാർലമെന്റിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിനകം പാർലമെന്റിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും അഭിസംബോധന ചെയ്യും. ദൃശ്യങ്ങളിലേക്ക്. साथ ही साथ मौजूद हैं उनके जो अंगरक्षक हैं, और इससे पहले हमने देखा था जब राष्ट्रपति द्रौपदी मुर्मू जो राष्ट्रपति भवन की करीब ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, എപ്പോഴാണ് നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങുക? എന്തൊക്കെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? രാഷ്ട്രപതി ഭവനിൽ നിന്ന് പാർലമെന്റിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അതിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായിട്ടാണ് രാഷ്ട്രപതി പുറപ്പെട്ടിരിക്കുന്നത്. മുൻ പതിവുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അശ്വാരൂഢ വാഹനം ഉപേക്ഷിച്ച് വീണ്ടും കാർ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രപതി പാർലമെന്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഫോർകോർട്ടിൽ നിന്ന് രാഷ്ട്രപതിയുടെ പാർലമെന്റിലേക്കുള്ള യാത്ര ആചാരപ്രകാരം തന്നെ മുൻ കാലങ്ങളിലേതുപോലെ തന്നെ അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടുകൂടി നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് വിജയ് ചൗക്കിനോടടുത്ത് ഈ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വാഹന വ്യൂഹം എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം രാഷ്ട്രപതി പാർലമെന്റിലേക്ക് പ്രവേശിക്കും. പാർലമെന്റിൽ രാഷ്ട്രപതി സംയുക്ത സമ്മേളനത്തെ ആയിരിക്കും അഭിസംബോധന ചെയ്യുക. വളരെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന്റെ മധ്യയാണ് രാഷ്ട്രപതി ഈ പ്രത്യേക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായി പോകുന്നത്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷം ഒരു ഭൂരിപക്ഷമില്ലാത്ത പാർട്ടി അല്ലെങ്കിൽ ഒരു കൂട്ടുകക്ഷി സർക്കാർ ആ ഭരണം നിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതിയുടെ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമാകും ഉണ്ടാവുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാം സർക്കാർ അതിന്റെ കാഴ്ചപ്പാട്, വീക്ഷണം, ഒപ്പം ഏതു വിധത്തിലുള്ള പരിപാടികളും ഒക്കെയാണ് ഈ സർക്കാർ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയുടെ ഇന്നത്തെ നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് അല്പസമയത്തിനകം നമുക്ക് ശ്രവിക്കാനായി സാധിക്കും. രാഷ്ട്രപതി ഇന്ന് നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില അസ്വാരസ്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ആം ആദ്മി പാർട്ടിയാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിയുടെ ആക്ഷേപം അവരുടെ നേതാവ് അരവിന്ദ് കെജ്രിവാളിന് എതിരെ പുലർത്തുന്ന രാഷ്ട്രീയ വൈരമാണ്. ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം ഉയർത്തിക്കൊണ്ട് രാഷ്ട്രപതിയുടെ അഭിസംബോധന ബഹിഷ്കരിക്കാനായിട്ട് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ ആം ആദ്മി പാർട്ടിയുടെ അഭിപ്രായത്തോട് യോജിക്കാത്ത ഒരു സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ പാർലമെന്റിന്റെ കവാടം കടന്ന്, പാർലമെന്റിന്റെ ഗേറ്റ് കടന്ന് രാഷ്ട്രപതിയുടെ വാഹനം പാർലമെന്റിനുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം രാഷ്ട്രപതിയെ പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും സ്പീക്കറും ചേർന്ന് സ്വീകരിക്കും. പാർലമെന്ററി കാര്യമന്ത്രിയും ഉണ്ടാകും. ഒപ്പം രാഷ്ട്രപതി അതിനുശേഷം സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യം, ഈ ചെങ്കോൽ, അധികാരത്തിന്റെ ഭാഗം എന്ന രീതിയിൽ ഇപ്പോൾ വിവക്ഷിക്കപ്പെടുന്ന ചെങ്കോൽ ഉപേക്ഷിക്കണം എന്ന ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്നും സമാജ്വാദി പാർട്ടിയുടെ അടക്കം ഭാഗത്ത് നിന്ന് ഉയർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നും രാഷ്ട്രപതിയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഈ ചെങ്കോൽ ഉണ്ടാകും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതടക്കമുള്ള ചില വിഷയങ്ങൾ രാഷ്ട്രീയമായിട്ട് ഈ ഒരു അഭിസംബോധനയെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. രാഷ്ട്രപതി ഇപ്പോൾ പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അശ്വാരൂഢ സേനയുടെ അകമ്പടിയോടുകൂടി രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നു. രാഷ്ട്രപതി അല്പസമയത്തിനകം പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും ചേർന്ന് സ്വീകരിക്കും. അതിനുശേഷം ആചാരപരമായിട്ട് സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് രാഷ്ട്രപതിയെ ഇവർ അങ്ങോട്ടേക്ക് ക്ഷണിക്കും. മുൻ പതിവനുസരിച്ച് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ, പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് രാഷ്ട്രപതി ഈ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത്.